സർക്കാർ ഓഫീസുകളുടെ പ്രവൃത്തിയെ സംബന്ധിച്ചാണ് ഇന്നത്തെ കേരള പ്രണാമം എഡിറ്റോറിയൽ ചർച്ച. എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനാണ് ഇക്കാലത്ത് പ്രാധാന്യം നൽകേണ്ടത്, എത്ര ദിവസം എന്നതിനല്ല. സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങാതെ ഓൺലൈൻ ഇടപാടുകളിലൂടെയും ജനങ്ങൾക്ക് നിരവധി സേവനങ്ങൾ ഇന്ന് ലഭിക്കുന്നുണ്ട്. അർദ്ധരാത്രിയിലും അവരവരുടെ കമ്പ്യൂട്ടറിലൂടെയോ സ്മാർട്ട് ഫോണിലൂടെയോ നികുതിയും കരവും വൈദ്യുതി ബില്ലുമൊക്കെ അടയ്ക്കാൻ സൗകര്യവുമുണ്ട്. ഓഫീസ് തുറന്നോ ഇല്ലയോ എന്നൊന്നും നോക്കേണ്ടതില്ല. അതിനാൽ സർക്കാർ ഓഫീസിന്റെ പ്രവൃത്തി ദിനങ്ങൾ ആഴ്ചയിൽ 5 കുറയ്ക്കുന്നത് പഴയകാലത്തെ പോലെ ജനങ്ങളെ അത്രമേൽ ബാധിക്കുന്ന പ്രശ്നമാവില്ല. മാത്രമല്ല, അകലങ്ങളിൽ നിന്ന് വന്ന് ജോലി ചെയ്യുന്ന സർക്കാർ ജീവനക്കാർക്ക് അത് വലിയ ആശ്വാസം പകരുകയും ചെയ്യും. കുടുംബകാര്യങ്ങൾക്കും വിശ്രമത്തിനും മാനസികോല്ലാസത്തിനുമുള്ള സമയം ലഭിക്കുന്നത് ഓഫീസ് കാര്യങ്ങൾ കാര്യക്ഷമമാക്കുന്നതിന് സഹായിക്കും. ഇതിലൂടെ വൈദ്യുതി ഇനത്തിലുള്ള ലാഭവും ഉണ്ടാകും. അത്രയുമെങ്കിലും വാഹനങ്ങൾ നിരത്തിൽ നിന്ന് ഒഴിവാക്കാനുമാകും. സെപ്റ്റംബർ 11 വൈകിട്ട് സംഘടനാ പ്രതിനിധികളുമായി സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിൽ ചർച്ച നടത്തുന്നുണ്ട്. VS അച്യുതാനന്ദൻ അധ്യക്ഷനായിരുന്ന ഭരണപരിഷ്കാര കമ്മീഷനാണ് 2019 സർക്കാർ ഓഫീസുകളിൽ ആഴ്ചയിൽ 5 പ്രവൃത്തി ദിവസമാക്കാനും ശനിയാഴ്ചകളിൽ അവധി നൽകാനും ശുപാർശ ചെയ്തത്. കേരള പ്രണാമം ചിന്താശകലങ്ങൾ.